ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം ഇന്നോട്ട് ഒരു 5 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഫുഡ് റുട്ടീനും പിന്നെ എൻ്റെ വെയിറ്റ് കുറയുമോ എൻ്റെ വെയിറ്റ് കൂടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു. ഞാൻ ഇത് ഡയറ്റൊന്നും എടുത്തില്ല, കാരണം വിഷുവൊക്കെയാണ്, നല്ലപോലെ മധുരം അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീണ്ടും. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എക്സർസൈസ്, അതായത് നമ്മൾ നടക്കാനൊന്നും പോയില്ല, കാരണം ഇന്നലെ എനിക്ക് ഭയങ്കര മേലുവേദനയൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇന്ന് ഞാൻ ഡേ 1 ആയിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഡേ 1 രാവിലെ എണീറ്റു, ആദ്യം തന്നെ വെയിറ്റ് നോക്കി, പിന്നെ ഞാൻ നടക്കാൻ പോയി. ഇപ്പം എൻ്റെ തിരിച്ച് വന്ന് ഇൻട്രോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 7:45 ഉള്ളൂ. അപ്പം മെയിനായിട്ടും നമുക്ക് വെയിറ്റ് എങ്ങനെ കുറയുന്നു എന്ന് നോക്കാം. നമുക്ക് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കി 63.85 ആണ് എൻ്റെ വെയിറ്റ് കണ്ടിരിക്കുന്നത്. എൻ്റെ വെയിറ്റ് കൂടി. കഴിഞ്ഞ ആഴ്ചയ്ക്ക് എനിക്ക് വിഷുവിന് മുമ്പ് എനിക്ക് 62 ഉള്ളായിരുന്നു. ഞാൻ മധുരം നല്ലോണം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, മെയിനായിട്ടും അതാണ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ഇപ്പം ഞാൻ നോക്കിയല്ലോ, അത് 63.85 ആണ്. ഇനി ഞാൻ വെള്ളിയാഴ്ച നോക്കത്തുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ചില സമയത്ത് ചിലപ്പം നാളെ രാവിലെ എനിക്ക് നോക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നോക്കലെന്നാണ് പറയുന്നത്. നമ്മളിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാവുള്ളൂ, എപ്പോഴും ഇങ്ങനെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കലെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ. അപ്പം നമുക്ക് 8 മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 തൊട്ട് 8 to 6 ആണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് 8 to 6 വേണോ 8 to 5:30 വേണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് തൊട്ടൊരു എന്താ പറയുന്നത് 8 to 5:30 ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇന്ന് വൈകുന്നേരത്തെ സമയം പോലെ നോക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയാം എത്ര നേരം എൻ്റെ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ആക്കിയിട്ടുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വരെ ഫോളോ ചെയ്തിരിക്കുന്നത് 8 മണിക്ക്, ഞാൻ രാവിലെ 8 മണിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. 6 o'clock മുമ്പ് ഞാൻ ഫുഡ് ഞാൻ കഴിച്ച് തീർക്കും. അതായത് ഒരു 10:16 എന്നുള്ള 10:14 എന്നുള്ള ഒരു ഈറ്റിംഗ് വിൻഡോയിൽ ഒരു റേഷ്യോയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതായത് 10 മണിക്കൂർ കഴിക്കും, ബാക്കി 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യും. അപ്പം ഇന്ന് നമുക്ക് 5:30 അവസാനിപ്പിച്ചാലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അത് നമുക്ക് ആ സമയമാകുമ്പം സൗകര്യം പോലെ ചെയ്യാം. എന്തായാലും 6 മുമ്പ് ഞാനിന്ന് ഫുഡ് കഴിച്ചിരിക്കും. രാവിലെ 6 മണിക്ക് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് റുട്ടീൻ, ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുഡ് റുട്ടീൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ദിവസം എൻ്റെ ഫുഡ് റൂട്ടീൻ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരു 5 ദിവസത്തെ ഒരു എന്താ പറയുന്നത് ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് പോലെ എടുത്തിരിക്കുകയാണ്. നമുക്ക് 5 ദിവസം കൊണ്ട് എങ്ങനെ എൻ്റെ വെയിറ്റ് കുറയുന്നു കൂടുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം 8 മണിയാകുമ്പോൾ നമുക്ക് വാൾനട്ട് കഴിക്കണം. ഇപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല, അതൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആർക്കൊക്കെ അറിയാമല്ലോ. വെള്ളം കുടിക്കുന്നതിന് നമുക്ക് ഫാസ്റ്റിംഗ് ഇന്ത്യയിൽ കുഴപ്പമില്ല. ഞാൻ കുറേ വീഡിയോയിൽ ഘോരം പ്രസംഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ട് 8 മണിയാകുമ്പോൾ ഞാൻ വാൾനട്ട് കഴിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതികൾ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം സമയം ഇപ്പം 8 മണി കഴിഞ്ഞിട്ടുണ്ട്, 8:01 ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാൾനട്ടാണ് കഴിക്കുന്നത്. വാൾനട്ട് ഒരു 2-3 എണ്ണം കഴിക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ, എൻ്റെ ഫുഡ് റുട്ടീൻ വീഡിയോയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നട്ട്സ് കൊണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ള കാര്യം. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ഥിരമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു റെപ്യൂട്ടേഷൻ ആയിരിക്കും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്തെങ്കിലും ഒരു നട്ട്സ് കൊണ്ടോ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് വളരെ ലോ കലോറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വേണം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുമ്പം നോ ഷുഗർ,
സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഈ വീക്ക് ഷുഗർ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ ഇല്ലാത്ത ചായ ആണ് ഞാൻ കുടിക്കുന്നത്. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. 2 നമ്മുടെ അരി ഉഴുന്ന് അരച്ച ദോശ 2 എണ്ണം, കണ്ടോ 2 എണ്ണം. പിന്നെ മുട്ട പുഴുങ്ങിയത്, ഒരു പകുതി ഏത്തപ്പഴം പുഴുങ്ങിയത്, ചമ്മന്തി. പിന്നെ ഞാൻ 1 ഗ്ലാസ് പാലിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ നട്ട്സ് സീഡ്സും എല്ലാം കൂടെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൗഡറാണ്. പാലെന്ന് പറയുന്നത് ഇത് ഒട്ടും ഫാറ്റ് ഇല്ലാത്ത ടോൺഡ് മിൽക്കാണ്. ഒട്ടും ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്താണ് അതൊരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഈ പൗഡർ ഇട്ട് കുടിക്കും. അപ്പം ഇതാണ് എൻ്റെ ഇതിനകത്ത് പഞ്ചസാരയും ഒരു മധുരവും ഇല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ പഴത്തിൻ്റെ പകുതി ബാക്കിയിരുന്നതും കൂടെ അങ്ങ് തിന്നു. പിന്നെ ഇത് ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കിനും ഞാൻ ചോറ് ഞാൻ ഏകദേശം ആ ഒരു തവിയുടെ 1 തവി ചോറ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ ഇതിൻ്റെ 1.5 തവി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതിൽ 1 തവിയാണ് ഉപയോഗിക്കുന്നത്. റെഡ് റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തവിടുള്ള നമ്മുടെ കുത്തരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചീരത്തോരൻ, ഇന്ന് ഫുൾ പച്ചക്കറി ഊണാണ്. അപ്പോൾ നല്ല ചുമന്ന ചീരത്തോരന്, അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി, പിന്നെ ഇന്ന് ഒഴിക്കാനായിട്ട് പരിപ്പും തക്കാളിയും കുമ്പളങ്ങയും എല്ലാം കൂടെ ചേർത്ത് ഒരു മുളോഷിയാണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ പരിപ്പെന്ന് പറയുമ്പോഴത്തേനും പ്രോട്ടീനൊക്കെ ആണല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഒരു ലഞ്ചെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. മധുരമില്ലാത്ത ലോ ഫാറ്റ് മിൽക്കിലുള്ള ചായയാണ്. ഹായ്, ഇപ്പം സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡേ 1 ലാസ്റ്റ് മീൽ എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എന്താന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം ഞാൻ ദോശയും, ഇത് ചെറുപയർ പരിപ്പും ചീരയും കുറച്ച് പാലക്കും ഒക്കെ കൂടിയിട്ട് ഒരു കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. കൂടുതലും ഞങ്ങളിത് ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം ചെറുപയർ പരിപ്പുണ്ട്. പിന്നെ ഞാൻ കുക്കുംബർ തീർന്നു പോയി, കുക്കുംബർ മേടിക്കണം. ക്യാരറ്റ് മാത്രമേ എടുക്കുള്ളൂ, അപ്പോൾ ക്യാരറ്റാണ് എടുത്ത്. പിന്നെ 1 ദോശയും. പിന്നെ കൂടുതലും ഞാൻ ഈ വൈകുന്നേരം ഒത്തിരി കാർബ് കഴിക്കുന്ന ഇപ്പം അങ്ങ് കുറച്ചു. ഇപ്പോൾ 1 ദോശ കഴിക്കുന്നുള്ളൂ. വൈകുന്നേരം ഞാൻ മിക്കവാറും ഇപ്പം ഒരു ദോശ അങ്ങനെ ലൈറ്റ് ആക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതലും ഈ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ഇത് ചെറുപയർ പരിപ്പെന്ന് പറയുമ്പോൾ പ്രോട്ടീൻ അല്ലേ, ചെറുപയർ പരിപ്പാണ്, ചെറുപയറല്ല. അപ്പം അതും പിന്നെ ചിലപ്പം ഞാൻ ഒരു ചെറുപഴവും കൂടെ കഴിക്കും. അതും കൂടെ കഴിച്ച് ഇപ്പം 5:30-ക്കുള്ളിൽ ഞാനിത് എൻ്റെ ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിജയകരമായി ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡേ 1 അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡേ 2. ഇനിയിപ്പം ഞാൻ നാളെ രാവിലെ 8 മണിക്ക് വീഡിയോ എടുത്ത് തുടങ്ങത്തുള്ളൂ. 8 മണിക്കല്ല, നാളെ രാവിലെയും സെയിം ഡിറ്റോ ആദ്യം നടക്കാനൊക്കെ പോകും, എന്നിട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നാളെ എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ നടക്കാൻ പോകുന്നതെന്ന് ഇനി ഞാനത് പറയത്തുള്ളായിരിക്കും. എല്ലാ ദിവസവും ഞാനൊരു എക്സർസൈസ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ നടക്കാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വർക്കൗട്ട് പോലെ ചെയ്തേ ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഞാനിത് കഴിയട്ടെ, ഇനി നമുക്ക് നാളെ കാണാം. ഹായ്, അപ്പോൾ ഇന്ന് ഡേ 2 ആയി. ഡേ 2 രാവിലെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മുടെ ബദാം ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് 3 എണ്ണവും കഴിക്കുന്നുണ്ട്. പിന്നെ 2 വാൾനട്ടും, ഈ വെള്ളത്തിലിട്ട് കുതിർത്ത 3 ബദാമും ഈ 2 വാൾനട്ടും കൊണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. 8 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ചായ കൂടെ കുടിക്കും. ഡെയിലി എല്ലാം ഏകദേശം ഒരേ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു മാറ്റം വരുത്താനൊന്നും ഇല്ല. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ രീതിക്ക് തന്നെ ചെയ്താലാണ് ഇതിന് കൂടുതലും ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പം ഞാൻ
ഇന്നലെ വൈകുന്നേരം ഒരു 5:15 കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് എൻ്റെ ഈറ്റിങ്ങിൻ്റെ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ 8:15 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഈറ്റിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ ഫാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 14.5 മണിക്കൂർ. നേരത്തെ ഞാൻ 10:14 എന്നുള്ള കണക്കായിരുന്നു. ഇപ്പം ഞാൻ ഒരു അരമണിക്കൂറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. കാരണം മറ്റേ എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നായിരുന്നു. ആ ഒരു 62 നിർത്തണമെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറയ്ക്കണമെന്നൊരു ഇത്, കാരണം 61 62 നിന്നാൽ മതി എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. കൂടുതൽ നമ്മൾ അതിൽ നിന്ന് കൂടുതൽ ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈവിട്ടങ്ങ് പോകും. നമ്മളത് 63 അല്ലേ ആയുള്ളൂ, കുറച്ചുകൂടെ 2 കിലോയും കൂടെ കൂട്ടിയാലോ എന്ന്, 2 കിലോയും കൂടെ കൂടിയാലും കുഴപ്പമില്ലല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്ക് ആ ഒരു പിടിച്ചു നിർത്താനുള്ള ഒരു ഇപ്പോൾ ആ ഒരു കൺട്രോളുണ്ട്, അത് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കറിയായിരുന്നു വിഷുവൊക്കെ വന്ന് കുറച്ച് വെയിറ്റ് കൂടുമെന്ന്. ഇപ്പോഴത്തെ ഒരു ശാരീരപ്രകൃതി അനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം ആ ടൈഫോയിഡിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് കഴിച്ചിട്ടും എനിക്ക് വെയിറ്റ് കൂടുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ടെൻഷൻ, എന്താ വെയിറ്റ് എന്താ കൂടാത്തതെന്ന്, ഞാൻ എന്ത് കഴിച്ചിട്ടും ആ 58 പോകുന്നുണ്ട്. പിന്നെ പതുക്കെ കൂടി വന്നു. ഇപ്പം പക്ഷെ കൂടല്ല. ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വരെയൊക്കെ പോകാം. പക്ഷെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുറയ്ക്കാനുള്ള മനസ്സങ്ങ് പോകും. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കാണാം. അപ്പം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. 2 ദോശ, കുറച്ച് ചെറുപയർ പുഴുങ്ങി, അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ തിരുമിയിട്ടത്, ചമ്മന്തി, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മിൽക്ക്, പാലിനകത്ത് ആ നട്ട്സിൻ്റെ പൗഡർ കലക്കിയത്, അതൊരു ലോ ഫാറ്റ് മിൽക്കാണ്. അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയും വീണ്ടും ലഞ്ച് ഞാൻ ഒരു തവിയേ ഉള്ളൂ. ആദ്യം എടുത്ത ചോറ് ഒത്തിരി കുറവായിരുന്നു, മീൻസ് ഒരു തവി ഫുൾ ഞാൻ എടുത്തില്ലായിരുന്നു. അതാണ് ഞാൻ രണ്ടാമത് കുറച്ചുകൂടി ഇട്ടത്. പിന്നെ ഇന്ന് പച്ചച്ചീരത്തോരനാണ്. അപ്പോൾ പച്ചച്ചീരത്തോരൻ. പിന്നെ ഇന്ന് മീൻകറിയുണ്ട്. പരവയെന്ന് പറഞ്ഞ മീനിൻ്റെ തേങ്ങ അരച്ച മീൻകറിയാണ്. പിന്നെ ഇന്നലത്തെ മുളോശവും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചോറുണ്ട്. പിന്നെ വൈകുന്നേരം സ്ഥിരം ചായ ഞാൻ കുടിക്കും. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം വൈകുന്നേരം ചായ കുടിച്ചു. അപ്പോൾ 5:30 ആയപ്പോഴത്തേനും 5 മണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എടുത്ത ഡിന്നർ പയറ് പുഴുങ്ങിയത്, രാവിലത്തെ പയറ് പുഴുങ്ങിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും നേന്ത്രപ്പഴവും. ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്കിഷ്ടമുള്ള ഒരു കോംബോ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാലഡും കൂടെ കഴിക്കണം, അപ്പോഴേ ഒന്ന് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം എന്താ പറയുന്നത്, പയർ പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്, സാലഡ്. അപ്പോൾ ഡേ 2 ഒരു 5:30 ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. ഈ പയർ പുഴുങ്ങിയതും ഏത്തപ്പഴവുമാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഇതിനകത്തുനിന്ന് എടുത്ത് കഴിക്കും. അത്രേ ഉള്ളൂ. കാരണം ഇന്ന് എനിക്ക് വലിയൊരു വിശപ്പില്ല. ഉച്ചയ്ക്ക് മീൻ കൂട്ടി ചോറുണ്ട് കഴിയുമ്പോഴത്തേനും വലിയൊരു വിശപ്പ് തോന്നിക്കത്തില്ല നമുക്ക്. വൈകുന്നേരം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിലും ഒരു നിറവ് ഫീൽ ചെയ്യും എനിക്ക്. പിന്നെ രാവിലെ ആണെങ്കിലും ഇന്ന് എനിക്ക് ചെറുപയർ കഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം അങ്ങനെയാണ്. വലിയതായിട്ട് എനിക്ക് ഇടയ്ക്കൊന്നും വിശക്കത്തില്ല. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഈ മീൽസ് ഒന്നും വെച്ചാൽ ഇടയ്ക്കൊന്നും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് വലിയ വിശപ്പ് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ പയർ പുഴുങ്ങിയതും ഈ ഏത്തപ്പഴം പുഴുങ്ങിയതും കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിന്നർ ഇവിടെ തീർന്നു. ഇനി നമുക്ക് ഡേ 3 പോവാം. നാളെ കാണാം. ഹായ്. അപ്പോൾ ഇത് ആക്ച്വലി ഡേ 3 ആണ്. ഇന്ന് എണീക്കാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ 8:30 കഴിഞ്ഞ് ഞാനിപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. എന്താ അറിയത്തില്ല, ഇന്ന് താമസിച്ചു പോയി, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാവിലെ നടക്കാനും പോയില്ല, ഒന്നും ചെയ്തില്ല, ആകെപ്പാടെ ഇതായിരുന്നു. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഇന്നിപ്പോൾ 8:30 സാരമില്ല. വലിയൊരു വിശപ്പും തോന്നുന്നു, വലിയൊരു ക്ഷീണമൊന്നും അങ്ങനെ തോന്നുന്നില്ല. കുറച്ചുകൂടെ വൈകി കഴിഞ്ഞപ്പോഴും എന്താണെന്നറിയത്തില്ല. ഇപ്പം ശീലമായോണ്ടായിരിക്കും വലിയ ഇത് തോന്നാത്തത്. അതുകൊണ്ട് എന്നും അങ്ങനെ നമുക്കിപ്പം കൃത്യമായി നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം ചില ദിവസം മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം ഇന്ന് അങ്ങനെ പറ്റിയില്ല. ഇന്നെന്തോ
ഇന്നങ്ങ് ഉറങ്ങിപ്പോയി. അലാറം അടിച്ചൊന്നും ഞാൻ കേട്ടുപോലും രാവിലെ, അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ഇന്നിപ്പം ഞാൻ 8:35 ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ ബദാം തിന്നുക, ബദാമും 2 വാൾനട്ടും കൂടെ കഴിയും. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണാം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ദോശ തന്നെയാണ്. ഇവിടെ വീക്ക് ഡേയ്സിൽ ദോശയാണ്, ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ പീസ് കറിയും മുട്ട പുഴുങ്ങിയതുമാണ് ഇന്ന്. പിന്നെ നമ്മൾ പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് നട്ട്സിൻ്റെ പൗഡർ ആണ് കലക്കിയിരിക്കുന്നത്. ലോ ഫാറ്റ് മിൽക്കാണ്, വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു ലഞ്ചായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് ഒരു സാലഡ് കറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ചീരത്തോരനുണ്ടായിരുന്നു, പിന്നെന്താണ് മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ഒഴിക്കാനായിട്ട് മോര് കാച്ചതും. ഇതായിരുന്നു എൻ്റെ ഡേ 3 ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വൈകുന്നേരം സ്ഥിരം നമ്മുടെ ചായ നമ്മൾ കുടിച്ചു. രാത്രി ഡേ 3 നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തി, രാവിലത്തെ ഗ്രീൻ പീസ് കറി, പിന്നെ ശ്രീഹരിക്ക് ഉണ്ടാക്കിയ സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡേ 3 ഡിന്നർ. ഇനി നമുക്ക് ഡേ 4 കാണാം. അപ്പോൾ നമ്മുടെ ഡേ 4 ആയി. ഇന്നലെ വൈകിട്ട് ഞാൻ ഡേ 3 ഒരു എൻഡിങ് ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാനങ്ങ് മറന്നുപോയി. അപ്പം ഇന്നലെ നമ്മൾ ഒരു ചപ്പാത്തിയും കുറച്ച് ഗ്രീൻ പീസ് കറിയും സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണമാണ് കഴിച്ചത് വൈകുന്നേരം. അത് കഴിഞ്ഞ് പിന്നൊന്നും ഇല്ലായിരുന്നു. അത് സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കരമായിട്ടും എനിക്ക് ഫില്ല് ചെയ്യുന്ന പോലെ തോന്നും എപ്പോഴും, ഒരു ശകലം കഴിച്ചാൽ തന്നെ. അപ്പം അത് നല്ലതായിരുന്നു. പിന്നെ ഇതിപ്പം ഡേ 4 ആയി. രാവിലെ എന്താ പറയുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 8 മണിയും കഴിഞ്ഞു. ഇന്ന് കറക്റ്റായിട്ട് നേരത്തെ തന്നെ എണീറ്റു. ഇന്നലെ ഒന്നും ചെയ്തില്ല. ഇന്നലെ എണീറ്റപ്പോഴത്തേന് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ നടക്കാനും പോയില്ല, ഒരു എക്സർസൈസും ചെയ്തില്ല. അപ്പോൾ ഞാൻ ബദാം ഇടാൻ ഇന്നലെ മറന്നു പോയതുകൊണ്ട് ഇന്ന് വാൾനട്ട് മാത്രമേ ഉള്ളൂ. 8 മണി കഴിഞ്ഞപ്പം വാൾനട്ടും പിന്നെ കുറച്ച് നമ്മൾ ചായ കുടിക്കും. അപ്പോൾ ഡേ 4 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതും എനിക്കിഷ്ടമുള്ളൊരു കോംബോ ആണ്. അരി ഉഴുന്നരച്ച ദോശ 2 എടുത്തിട്ടുണ്ട്, മുട്ട പൊരിച്ചത്, ചുമന്ന ചമ്മന്തി, തട്ടുകട സ്റ്റൈൽ ചമ്മന്തി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. അതിൻ്റെ കൂടെ പാലും നട്ട്സിൻ്റെ പൗഡറും കൂടെ കലക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ പറ്റിച്ചത്, മത്തി പറ്റിച്ചിട്ടുണ്ടായിരുന്നു, മോര് കാച്ചത്, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു തോരനാണിത്. ഈ 3 വെജിറ്റബിളും അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സഡ് തോരനാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡേ 4 ലഞ്ച്. പിന്നെ സ്ഥിരം വൈകുന്നേരം നമ്മൾ മധുരമില്ലാത്ത ഒരു ചായ കുടിക്കും. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് രാവിലെയും വൈകിട്ടും ഞാനൊരു ചായ കുടിക്കും. പിന്നെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്ന ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കുക്കുംബറും പിന്നെ ദാലാണിത്, തൂർദാലല്ല, നമ്മുടെ മറ്റേ മസൂർ ദാലിൻ്റെ കറിയാണ്. ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഡിന്നർ എന്ന് പറയുന്ന ചപ്പാത്തിയും ദാൽ കറിയും കുക്കുംബറും. അപ്പോൾ ഇന്ന് ഡേ 5 ആണ്. അപ്പം ഇന്നും കൂടെ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ. നാളെ രാവിലെ നമ്മൾ വീഡിയോ എന്താ പറയുന്നത് വെയിറ്റ് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും. വെയിറ്റ് കൂടിയോ കുറയുമെന്ന് നാളെ രാവിലെ നമുക്കറിയാം. അപ്പം ഇന്നിപ്പം പതിവ് പോലെ ഞാൻ നട്ട്സിൽ ബ്രേക്ക് ചെയ്തു. എൻ്റെ ഫാസ്റ്റിംഗ് 8 മണിയായപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇന്നും പതിവ് പോലെ ഞാൻ വെള്ളിയാഴ്ചയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഈ ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഡേ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എല്ലാ ദിവസവും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും ഈ 5 ദിവസവും രാവിലെ ഞാൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ 8 മണിക്ക് മുമ്പ് തീർത്തിട്ടാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിക്കും തിരക്ക് എനിക്ക് എല്ലാ ദിവസവും എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്, നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം.
പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ്. കാരണം അരി ഉഴുന്നരച്ച് ദോശയുടെ മാവ് തീർന്നു പോയി വെള്ളിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേനും. അപ്പം ഡേ 5 ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും ചെറുപയർ കറിയും. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്കും ശ്രീരിക്കും ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, കാരണം ഗോതമ്പ് ദോശ അത് ആർക്കും വലുതായിട്ട് ഇഷ്ടമല്ലല്ലോ. പക്ഷേ ഇത് ഒരു നല്ല കോംബോ ആണ്. ചെറുപയർ കറിയും ഗോതമ്പ് ദോശയും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്ഥിരം പാലിനകത്ത് നട്ട്സിൻ്റെ പൗഡർ കലക്കി കഴിക്കുക. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് അത് നമ്മുടെ അനാർ ഇരിക്കുന്നുണ്ട്, പൊമഗ്രനേറ്റ് ഇരിക്കുന്നുണ്ട്, അപ്പം കഴിക്കാൻ തോന്നി. അപ്പോൾ അത് ഞാനൊരു 11:30 കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് ഇന്നലത്തെ മത്തി പറ്റിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തോരനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി മാത്രമേ ആക്ച്വലി വെച്ചിട്ടുള്ളൂ. പിന്നെ ഒഴിക്കാനായിട്ട് ഞാനൊന്നും എനിക്ക് എടുക്കാൻ തോന്നിയില്ല, എനിക്ക് ആ മത്തി പറ്റിച്ചത് കഴിക്കാൻ തോന്നി, അതുകൊണ്ട്. പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു: ഏത്തപ്പഴം പുഴുങ്ങിയത്, സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്. ഈ പുഴുങ്ങിയ സംഭവങ്ങളായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പോൾ ഡേ 5 ഡിന്നറാണ്. ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, മധുരക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. അപ്പം ഇന്നുകൊണ്ട് നമ്മുടെ എന്താ പറയുന്നത് ഒരു 5 days ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ്റെ വീഡിയോ തീരുകയാണ്. നാളെ രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കത്തുള്ളൂ. വെയിറ്റ് നോക്കി വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കത്തുള്ളൂ. അപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അത് കൂടിയിട്ടുണ്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നാളെ രാവിലെ. എന്താ പറയുക, പക്ഷേ ഈ 5 ദിവസം ഞാൻ നല്ല കറക്റ്റായിട്ട് എടുത്തു. പ്രത്യേകിച്ച് ഞാൻ ഷുഗറുള്ള ഒരു കാര്യം, മീൻസ് പഞ്ചസാര ഇട്ട് ചായ കുടിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് എക്സർസൈസും ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നടക്കാനും ഒക്കെ കറക്റ്റായിട്ട്, നടപ്പല്ലെങ്കിൽ എക്സർസൈസ്, ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 5 ദിവസം കറക്റ്റായിട്ട് പോയി. ഇന്നും കൂടി 5:30 ഇന്നും കൂടി ഈ ഫുഡ് കഴിച്ച് അവസാനിപ്പിച്ചാൽ നമ്മുടെ ഈ വീക്കിലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇവിടെ അവസാനിക്കും. നാളെ ചീറ്റ് ഡേ ആണ്, നാളെ സാറ്റർഡേ ആണ്. നാളെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മീൻസ് ഒരു ഫുഡിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എന്നാലും വൈകുന്നേരം നേരത്തെ ഫുഡ് കഴിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. ഒത്തിരി ലേറ്റായിട്ട് കഴിക്കുന്നതിലും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനെങ്കിലും നാളെ ഡിന്നർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഒത്തിരി വൈകി ഡിന്നർ കഴിക്കുമ്പോഴത്തേക്കിനും കഴിക്കുന്നതിൽ നല്ലത് ഒരു 7 മണിക്ക് മുമ്പ് കഴിക്കുന്ന, അതുകൊണ്ട്. പിന്നെ സൺഡേ മിക്കവാറും ഞാൻ എടുക്കും. മറ്റേത് ഞാൻ കുറച്ച് നാളായിട്ട് സാറ്റർഡേ സൺഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം സാറ്റർഡേ സൺഡേ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കത്തില്ലായിരുന്നു, 5 ദിവസം എടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അത് പോരാ, എനിക്ക് 6 ദിവസം എടുക്കണമെന്ന്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് ഇങ്ങനെ കഴിച്ച് വെയിറ്റ് കൂടിയപ്പോൾ വെയിറ്റ് 1 കിലോ, ഏകദേശം 1 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു. 62 എന്നുള്ളത് 62.5 അങ്ങനെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. ആ ഒരു 62.5 ഇങ്ങനെ നിന്നിരുന്നത്. അത് ഇപ്പോൾ 62.85 ആയില്ലേ, 63.85 ആയില്ല. അത് ആ വിഷുവിന് ശേഷമാണ്. ആ മധുരം, എനിക്കെപ്പോഴും വെയിറ്റ് കൂടുന്നത് മധുരത്തിലാണ്. ബാക്കിയുള്ളതിൽ അത്രയും എനിക്ക് വെയിറ്റ് കൂടത്തില്ല, മധുരത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും. മധുരം ഇപ്പോൾ അടുപ്പിച്ച് നല്ലപോലെ കഴിച്ചാൽ ബാക്കിയുള്ള ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ അത്രയും ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ലക്ഷ്യം മെയിനായിട്ട് മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ 5 ദിവസം മധുരം ഒഴിവാക്കി. നാളെ ഇനി പുറത്തൊക്കെ പോകുന്നുണ്ട്, ചിലപ്പോൾ മധുരയുടെ ചായയൊക്കെ കുടിക്കും. പുറത്ത് പോകുമ്പോൾ ഞാൻ അത്രയും പുറത്ത് പോകുമ്പോഴും നാട്ടിൽ പോകുമ്പോഴും ഞാൻ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. കാരണം നാട്ടിൽ പോകുമ്പം എന്തായാലും എനിക്ക് നമുക്ക് കഴിക്കാൻ, നാട്ടിൽ പോകുമ്പോഴേ നമ്മൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില സ്നാക്സ്, അതൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് സ്നാക്സ് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറേ ഇല്ല. വല്ലപ്പോഴും എങ്ങാനും കേരളക്കടയിൽ നിന്ന് മേടിച്ച് കഴിക്കും എന്ന് പറഞ്ഞാലും കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഭയങ്കരമായിട്ട്, ഈ കഴിഞ്ഞ തവണ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ സ്നാക്സ് അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. വല്ലപ്പോഴും പപ്സ് വാങ്ങിച്ച് വല്ലപ്പോഴും കഴിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ് ഇല്ലേ, വറവ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ല. പക്ഷെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് അതൊക്കെ കഴിക്കണമെന്ന് തോന്നും. ഞങ്ങൾ 2 പേരും കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാട്ടിൽ പോകുന്ന സമയത്തൊന്നും ഞാൻ ആ ഒരാഴ്ച എപ്പോഴും അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും നോക്കാറില്ല. എല്ലാം സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കും. പിന്നെന്താണ്, അങ്ങനെയുള്ളത്, അങ്ങനെ വലിയ ഫുഡ് റെസ്ട്രിക്ഷൻസും മധുരത്തിൻ്റെ കാര്യത്തിലൊന്നും വെക്കാറില്ല. അപ്പം ആ സമയവും ഈ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയുന്നത്, ഇത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ ഇല്ലാത്തത്.
അല്ലാത്ത ഈ സമയത്തെല്ലാം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. കാരണം അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ വണ്ണം വെച്ച് അങ്ങ് പോകും. എനിക്കിപ്പോൾ ഇഷ്ടമല്ല അങ്ങനെ വെയിറ്റ് കൂടുന്നത്. നമ്മൾ വെയിറ്റ് കുറഞ്ഞിപ്പം നല്ല വെയിറ്റ് ഉള്ള ആള് പിന്നെ വെയിറ്റ് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ അതിൽ കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് കൂടുന്നത് ഭയങ്കര ഒരു വിഷമമാണ്. മീൻസ് ആ വിഷമം മാത്രമല്ല, എനിക്ക് ആ ഒരു പഴയ വെയിറ്റിലേക്ക് പോകണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് കഴിക്കട്ടെ, ഒത്തിരി താമസിച്ച് നാളെ രാവിലെ കാണാം. അപ്പോൾ അങ്ങനെ ശനിയാഴ്ച ഇപ്പോൾ രാത്രിയാണ് ഞാൻ എൻഡിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 കിലോ കുറഞ്ഞു. അങ്ങനെ 5 ദിവസം ഞാൻ കറക്റ്റായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു. എനിക്ക് ഇതിനൊരു സന്തോഷം. ഞാൻ ഏതായാലും എൻ്റെ വെയിറ്റ് ഒരു 62.45 ആയിരുന്നു ഇതിനു മുമ്പ്. പിന്നാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ഓവറായിട്ടുള്ള മധുരത്തീറ്റയൊക്കെ വന്നപ്പോൾ അത് 63.85 ആയി. ഇപ്പം അത് 62.85 ആയി. കുഴപ്പമില്ല, നല്ല എനിക്ക് ഒരു 62 റേഞ്ചിൽ എൻ്റെ വെയിറ്റ് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മീൻസ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരു മധുരങ്ങളും അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. മധുരങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. കാരണം ബേക്കറി ഐറ്റംസ് എല്ലാം ഞാൻ ഒഴിവാക്കി. അങ്ങനെ ഇവിടെ ഞാനിപ്പം ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാറില്ല, അത് വേറെ കാര്യം. അതല്ലാതെ ഇങ്ങനെ പുറത്തു പോയപ്പോഴും എന്താ പറയുന്നത്, ഇതിനിടയ്ക്കൊന്നും ഞാൻ ഒരു മധുരം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആകെപ്പാടെ ഞാൻ മധുരമായിട്ട് ചെല്ലുന്നത് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നുള്ള മധുരം മാത്രമേ ഉള്ളൂ. അതല്ലാതെ പാല്, ചായ അങ്ങനെയുള്ള വകകളിൽ നിന്നൊന്നും ഞാൻ മധുരം കഴിച്ചിട്ടില്ല. എനിക്ക് മധുരമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂട്ടുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മധുരം കഴിക്കുമ്പോഴാണ് എനിക്ക് വെയിറ്റ് കൂടുന്നത്. അപ്പം അത് ഞാൻ പാടെ അങ്ങ് ഒഴിവാക്കി. പിന്നെ ബേക്കറിയിൽ നിന്നുള്ള വറവ് ഐറ്റംസ്, ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കി. അതല്ലാതെ മീൻ വറുത്തതും ഒക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വറക്കുന്നതാകുമ്പം നമ്മൾ അത്രയും എണ്ണ ഉപയോഗിച്ചല്ലോ. വീട്ടിലൊക്കെ വറക്കുമ്പോൾ ഒരു നോർമൽ എന്നല്ല, മീൻ വറക്കുമ്പോഴൊന്നും ഇത്ര വലിയ എണ്ണയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ തന്നെ. അപ്പം അങ്ങനെയാണ് നമ്മൾ അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലുതായിട്ടൊരു ഫ്രൈഡ് ഐറ്റംസും കഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ എൻ്റെ ഫുഡ് റുട്ടീൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. കാരണം ഡിന്നറാണ് എനിക്ക് കുറവ് ഞാൻ കഴിച്ചിരിക്കുന്നത്. കാരണം 3ാമത്തെ മീലാവുമ്പോൾ എനിക്ക് നമ്മൾ നേരത്തെ കഴിക്കത്തില്ല. ഒന്നാമത് ഞാൻ 6 മണിക്ക് മുമ്പായിരുന്നു കഴിക്കുന്നത്. ഇതിപ്പോൾ ഒരു 5:30 ആയപ്പോൾ തന്നെ ഞാൻ കഴിച്ച് തീർക്കും. അപ്പോൾ ഒരു 5-5:30 ഇടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് വലുതായിട്ട് വിശപ്പ് തോന്നിച്ചിട്ടില്ല. കാരണം 4 മണിക്ക് ചായ കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വിശപ്പ് തോന്നാത്തത് കൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുന്ന വലുതായിട്ട് എനിക്ക് ഡിന്നർ കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നില്ല, എൻ്റെ ഫുഡ് റുട്ടീനിൽ എപ്പോഴും ചെറുപയറും പിന്നെന്താണ് ഇങ്ങനെ ചെറുപയർ ഉൾപ്പെടുത്തുമ്പം എനിക്ക് നല്ല ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി മീനും ചിക്കനും കഴിക്കുമ്പോഴത്തേനും എനിക്ക് നല്ല ഫുഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. ഇത്തവണ ഞാൻ ചിക്കൻ ഉപയോഗിച്ചിട്ടില്ല, മീൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് മീൻ കൂട്ടി ചോറുണ്ണുമ്പോൾ എനിക്ക് നല്ല ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ പച്ചക്കറി മാത്രം കഴിക്കുന്നതിനേക്കാളും. പിന്നെ ഒരു കാര്യം, വെജിറ്റബിൾസിലാണെങ്കിൽ എനിക്ക് സാധാരണ പരിപ്പ് ഒഴിച്ച് ഞാൻ മുളകുശൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പരിപ്പ് കറിയൊക്കെ ഒഴിച്ച് കൊണ്ടിട്ടുണ്ട്. അതിലും ചെറുപയർ കൂട്ടുമ്പോഴാണ് എനിക്ക് അതിലും കൂടുതൽ എനിക്കൊരു ഫീലിംഗ് തോന്നുന്നത്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എനിക്ക് പെട്ടെന്ന് ഫില്ലായിട്ട് അതെനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള കാര്യമാണ്. സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമ്പം അത് എൻ്റെ ഒരു നേച്ചറിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല, എനിക്ക് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ അത് പിന്നെ എനിക്കൊരു ഫില്ലിംഗ് തോന്നും. അതിൻ്റെ വല്ല ഗ്യാസും ഉണ്ടാക്കുന്നതാണോന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാനിപ്പം എൻ്റെ ഫുഡ് റുട്ടീൻ്റെ വീഡിയോയിൽ എടുത്തിരിക്കുന്ന അത്രയും അളവിൽ ഇത് കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ കുറയുമെന്ന് ആക്ച്വലി പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനൊരു ഇതിലങ്ങ് ചെയ്ത് തുടങ്ങി. കുറേയാണെങ്കിലും ഇല്ലെങ്കിലും കാണിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഭാഗ്യത്തിന് ഏതായാലും കുറഞ്ഞു. അപ്പോൾ എന്താ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.